നമസ്കാരം. ജോബ് ഇൻഫോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമുക്കറിയാം നമ്മൾ GDSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഡൗട്ട്സുകളാണ് ക്ലിയർ ചെയ്തത്. നിങ്ങളുടെ ഡൗട്ടുകൾ തന്നെയാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തന്നത്. അതേപോലെ തന്നെ ആ ഒരു വീഡിയോയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു വീഡിയോയിലും ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റ്സിലുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തുള്ളൂ. അതേപോലെ തന്നെ എന്റെ വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കരുത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു വീഡിയോയിൽ വന്ന കുറെ കമന്റ്സുകളുണ്ട്. അതേപോലെ തന്നെ എന്റെ പഴയ വീഡിയോസിലും കമന്റ്സുകൾ ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കമന്റ്സുകളാണ് ഞാൻ ഇന്ന് ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ പറഞ്ഞാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോസിലൂടെ പങ്കുവെച്ച് തരാം. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത് OBC ആണ്. അപ്പൊ ഈ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ? അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ നമ്മുടെ മാർക്ക് ബേസ്ഡ് ആണ്. അപ്പൊ നമുക്ക് OBC ആണോ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ആണോ അങ്ങനെ അതുകൊണ്ട് കിട്ടുമോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ OBC ആണെങ്കിലും ആ ഒരു പോസ്റ്റിലേക്ക് ഒരുപാട് പേര് അപേക്ഷിക്കും. അപ്പൊ ആ അപേക്ഷിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണോ അയാൾക്ക് തന്നെയായിരിക്കും കിട്ടുക. ഇപ്പൊ ഒരേപോലെ മാർക്ക് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ കുറെ പ്രിഫറൻസിന്റെ കാര്യം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് പ്രിഫറൻസ് കിട്ടും, ഏജ് കൂടുതലുള്ളവർക്ക് പ്രിഫറൻസ് കിട്ടും, അങ്ങനെയൊക്കെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാർക്ക് എന്ന് പറയുന്നത് സെയിം ആയിട്ട് വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ എന്തായാലും OBC ആയതുകൊണ്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് മാർക്ക് ബേസ്ഡ് ആണ്. അത് നമുക്ക് OBC ആയതുകൊണ്ട് കിട്ടും എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ അപേക്ഷിക്കുന്ന ഡിവിഷനും അപേക്ഷിക്കുന്ന കുട്ടികളുടെ മാർക്കും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ റിസൾട്ട് ഇരിക്കുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഇടാവോ എന്നുള്ള കാര്യമാണ്. അപ്പൊ കഴിഞ്ഞൊരു വർഷം ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ എന്റെ പ്രൊഫൈലിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്, എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കിയാൽ മതി. വേറെ കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് BPM പോസ്റ്റ് ആണ് താല്പര്യമെങ്കിൽ BPM കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ABPM BPM താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ മാറ്റി മാറ്റി കൊടുക്കുക. ഇപ്പൊ എന്റെ ഒരു കേസിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ BPM മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ABPMന്റെ ഒരു പോസ്റ്റും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ താല്പര്യമാണ് നമ്മൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രിഫറൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് സമയമെടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കൊടുക്കുന്ന ഏരിയ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഡിവിഷനും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക. അപ്പൊ അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സമയം പോലെ ഞാൻ ഒരു അപ്ലൈ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ഇതിലൊരു കറക്ഷൻ ടൈം ഉണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. ഒരു കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് അവർ പറയുന്നുണ്ട് ഓഗസ്റ്റ് 6-ാം തീയതി മുതൽ ഓഗസ്റ്റ് 8-ാം തീയതി വരെയാണ്. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ പ്രിഫറൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ ഓർഡർ മാറ്റാനും ഒക്കെ ഉള്ളൊരു ടൈം പീരീഡ് ആണ് ഈ ഒരു കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും പ്രിഫറൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ കറക്ഷൻ വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന ഡൗട്ടാണ്, OBC കാറ്റഗറി ആണ്, അപ്പൊ സാധാരണ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മതിയോ എന്നുള്ള കാര്യം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് പോരാ, നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസർവേഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ OBC നമ്മൾ കൊടുത്ത OBC പോസ്റ്റിലേക്കാണ് നമ്മൾ സെലക്ട് ആയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാസ്റ്റ് മീൻസ് നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് ഫ്രം താലൂക്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അത് മറന്നു പോകരുത്, അത് ഓർത്ത് വെക്കുക. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് ഒരു അപേക്ഷ കൊടുക്കുക. അക്ഷയയിൽ പോയാൽ നമുക്ക് ഈസി ആയിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ നമ്മൾ ഇതിനെ ഓടാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനുള്ളൊരു സാവകാശം കിട്ടും. അപ്പൊ അല്ലാതെ നമ്മൾ ആ ഒരു ടൈമിൽ പെട്ടെന്ന് പോയി അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം എന്നില്ല. എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഹാജരാക്കാൻ പറ്റാണ്ട് വന്നാൽ നമ്മളത് ഫെയിൽഡ് ആവും, പിന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള റിസ്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് OBC ക്കാര് ഹാജരാക്കേണ്ടത്.
ഇനി അതേപോലെ തന്നെ നമ്മുടെ A+ അല്ലാതെ അതിന് മുന്നേ പഠിച്ചവരില്ലേ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും മാർക്ക് എന്ന് പറയുന്ന അവിടെ മാർക്ക് ലിസ്റ്റിന്റെ അകത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ മാർക്ക് അപ്ലൈ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് മാർക്ക് തന്നെ എൻട്രി ചെയ്യാം. ഇപ്പൊ അങ്ങനെ അല്ലാത്തവർക്കാണ് ഈ ഒരു ഗ്രേഡ് പോയിന്റിനെ കൺവേർട്ട് ചെയ്ത് മാർക്ക് ആക്കാനൊക്കെ ഉള്ള ഫോർമുലാസും കാര്യങ്ങളും ഒക്കെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരുന്നു. ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 9.5 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ ഗ്രേഡ് പോയിന്റ് നമ്മൾ എങ്ങനെ മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അതിന് മുന്നേ ഇപ്പൊ 2001 പാസ് ഔട്ടിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മാർക്ക് അവരുടെ മാർക്ക് ലിസ്റ്റിന്റെ അകത്തുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മാർക്ക് എൻട്രി ചെയ്താൽ അവർക്ക് ഈസി ആയിട്ട് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മാർക്ക് തന്നെ നിങ്ങൾ എൻട്രി ചെയ്താൽ മതി. അടുത്തതായിട്ട് ചോദിച്ചൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ OBC-കാർക്ക് യുവ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാമോ എന്നുള്ള കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് വേണ്ടത്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങി വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറും മാത്രം മതി. ഇതിന് മുന്നേ ഉള്ള കാലത്ത്, അതായത് 2 വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് SSLCയുടെ മാർക്ക് ലിസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റി ഇപ്പം ജസ്റ്റ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറും മാത്രം മതി. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിലാണ് നമുക്ക് മറ്റ് കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ വാങ്ങി വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോട്ടോഗ്രാഫി സിഗ്നേച്ചറും മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. പിന്നീട് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിലാണ് നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലാണ് നിങ്ങൾ സെലക്ട് ആയിരിക്കുന്നെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും ഹാജരാക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നിങ്ങളുടെ SSLC മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, കമ്പ്യൂട്ടർ പഠിച്ചതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SSLC തന്നെ മതി. SSLC കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. പിന്നെ നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, അങ്ങനെയുള്ള രേഖകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഹാജരാക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഈ ഒരു റിസർവേഷൻ ഓപ്റ്റ് ചെയ്യുന്നവരാണ് അതാത് റിസർവേഷൻ കാറ്റഗറിക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചു വെക്കേണ്ടത്. സോ ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം പഠിച്ചു, ഫസ്റ്റ് ലാംഗ്വേജ് അറബിക്ക് പഠിച്ചു, സെക്കൻഡ് ലാംഗ്വേജ് മലയാളം പഠിച്ചു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പ്രശ്നം ഉണ്ടാവത്തില്ല. കാരണം സെക്കൻഡ് ലാംഗ്വേജ് മലയാളം പഠിച്ചിരിക്കുന്നതുകൊണ്ട് അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ലോക്കൽ ലാംഗ്വേജ് പഠിച്ചതായിട്ട് തെളിവ് കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് SSLC സർട്ടിഫിക്കറ്റിൽ മലയാളം ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പേപ്പർ 1 or 2 എന്നുള്ള ഇത് ഞാൻ പറയുന്നില്ല, എന്ന് വെച്ചാൽ പേപ്പർ 2-ലാണെങ്കിലും മലയാളം പഠിച്ചിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്താൽ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പൊ എന്ത് സ്റ്റഡീസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്കിപ്പോ ജോലിക്ക് പോയിക്കൊണ്ട് നമ്മളിപ്പോ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ക്ലാസ്സിന് പോകാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഈവനിങ് ബാച്ചുകളുണ്ട്, അങ്ങനെയുള്ളതിനൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ളത് പഠിക്കാം. അപ്പൊ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഓഫീസ്, നമ്മളിപ്പോ സെലക്ട് ചെയ്യുന്ന ഓഫീസ്, അവിടുത്തെ വർക്ക് ലോഡ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് മാക്സിമം പോയ 5 മണിക്കൂറാണ് ജോലി, മിനിമം 4 മണിക്കൂർ. അപ്പൊ 4 മണിക്കൂർ ടു 5 മണിക്കൂർ, അങ്ങനെ 2 രീതിയിലാണ് നമ്മുടെ പോസ്റ്റ് വരുന്നത്. ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇപ്പൊ നമ്മൾ ഇതിന് സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് PSC പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പഠിക്കാൻ പറ്റുമോ? അതൊക്കെ ഓരോരുത്തരുടെയും കഴിവാണ്. ഇപ്പൊ നമ്മളിപ്പം ഒരാൾക്ക് കിട്ടി അതുകൊണ്ട് എനിക്കും കിട്ടും അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അത് ഓരോരുത്തരും ഇടുന്ന എഫോർട്ട് പോലെ ഇരിക്കും. അപ്പൊ അവര് ജോലിക്ക് പോയി അതിനുശേഷം വീട്ടിൽ വന്ന് നന്നായിട്ട് പഠിക്കുന്നവരുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. ഇപ്പൊ നമ്മുടെയൊക്കെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് പേര് വേറെ ജോലിയൊക്കെ കിട്ടി പോയിട്ടുണ്ട്. ഇപ്പൊ PSC ആണെങ്കിലും അല്ലെങ്കിൽ റെയിൽവേ ആണെങ്കിലും ഒക്കെ കിട്ടിപ്പോയവരുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾക്ക് കിട്ടി അതുകൊണ്ട് നമുക്കും കിട്ടണം എന്നൊന്നുമില്ല. ഇനി അടുത്തത് ABPM-ഉം ദാസേവും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ള കാര്യമാണ്. ABPM എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ്. ദാക് സേവക് എന്ന് പറയുന്നത് നമ്മുടെ ഡെലിവറി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദാക് സേവക് എന്ന് പറയുന്നത് സബ് ഓഫീസുകളിലുള്ള ABPMസിനെയാണ് നമ്മൾ ദാക് സേവക് എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഇപ്പൊ മെയിൻ ഓഫീസുകളുണ്ട്, RMS ഓഫീസുകളുണ്ട്, ദെൻ സബ് ഓഫീസുകളുണ്ട്, ഹെഡ് പോസ്റ്റ് ഓഫീസുകളുണ്ട്. അപ്പൊ അവിടെ ഉള്ളവരെയൊക്കെ നമ്മൾ ദാക് സേവക് എന്നാണ് പറയുന്നത് GDS പോസ്റ്റിന്. അപ്പൊ അവിടെ തന്നെ നമ്മൾ പാക്കേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ABPMs ഡെലിവറിക്ക് പോകുന്ന ABPMs ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ എല്ലാവരെയും കൂടെ ചേർത്ത് പറയുന്നതാണ് ഈ ദാക് സേവക് എന്നുള്ള പോസ്റ്റ്. അപ്പം മെയിൻ ഓഫീസുകളിലെ
ABPMസിനെയാണ് ഈ ദാക് സേവക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ചോദിച്ചിരിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ അപേക്ഷിച്ചു, അപ്പൊ അയാള് SSLC ബുക്കിലെ അഡ്രസ് ആണോ കൊടുക്കേണ്ടത്, അത് ഇപ്പോഴത്തെ നിലവിലെ അഡ്രസ് ആണോ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. SSLC ബുക്കിലെ അഡ്രസ് ഒന്നും അല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഇപ്പൊ എവിടെയാണോ താമസം ആ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. SSLC ബുക്കും ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ഇപ്പൊ SSLC ബുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ കാസ്റ്റ്, ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്ക്, ഇതിനൊക്കെ വേണ്ടിയാണ്. അല്ല നിങ്ങളുടെ അഡ്രസ് അവിടെ ഒന്നും നോക്കത്തില്ല. അപ്പൊ അഡ്രസ്സ് നിങ്ങളുടെ നിലവിലെ അഡ്രസ്സാണ്, ആധാറിലൊക്കെ ഉള്ള നിങ്ങളുടെ നിലവിലുള്ള അഡ്രസ്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സോ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മളിത് സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ഒരു ജോബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് താലൂക്കിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായിട്ട് വരിക. ഇപ്പൊ നമ്മൾ OBC ആണ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്നുള്ളത് കിട്ടും. പക്ഷെ അങ്ങനെയുള്ളത് നമ്മൾ ഹാജരാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ താലൂക്കിൽ നിന്നുള്ളത് തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ EWS കാറ്റഗറി ആണെങ്കിലും ഒക്കെ നമ്മൾ താലൂക്കിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന കുറെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പെർസെന്റേജ് എന്നിട്ട് കിട്ടുമോ എന്നുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പറയാനുള്ളൂ, അത് നമ്മൾ അപേക്ഷിക്കുന്ന ഡിവിഷനും അവിടെ അപേക്ഷിക്കുന്ന മറ്റു കുട്ടികളുടെ മാർക്കും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പൊ നമുക്ക് കിട്ടുമോ ഇല്ല എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള അടുത്തൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമോ എന്നുള്ള കാര്യമാണ്. അത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്തെങ്കിലും കേസ് ഒന്ന് റിജക്ട് ആയാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സും കൂടെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരി ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ചിലവർക്കത് നേരത്തെ കിട്ടും, ചിലവർക്കത് ലേറ്റ് ആവും. അപ്പൊ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന രേഖകളും എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമ്മുടെ അഡ്രസ്സിന് ചേഞ്ച് ഉണ്ടെങ്കിൽ അതൊരു വിഷയം വരും. അപ്പൊ അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ കൊടുത്തു വെക്കാൻ ഞാൻ പറയുന്നത്. ഇനി അടുത്തതായിട്ട് വോട്ടർ ID ആവശ്യമുണ്ട്. വോട്ടർ ID ഒന്നും ആവശ്യമില്ല. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് പ്രൂവ് ചെയ്യാനുള്ള ആധാർ കാർഡ് നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ ആവശ്യമായിട്ട് വരും. അല്ലാതെ വോട്ടർ ID ഒന്നും ചോദിക്കത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡൗട്ട്സ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ സ്റ്റാർട്ടിങ് എത്ര സാലറി ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അതിനൊരു റിപ്ലൈ കൊടുത്തത് ഞാൻ കണ്ടു. അപ്പൊ ഇപ്പൊ ശരിയാണ്, 18+ ഒക്കെ ഉണ്ട് നിലവില്. ഇപ്പോഴത്തെ DAയും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൊത്തം ടോട്ടലാണ് ഞാൻ പറയുന്നത് 18+ ആണ്. ABPMന്റെ കേസിൽ ഒരാള് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു 15+ ഒക്കെ. അപ്പൊ ശരിയാണ്, അത്രയൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത്. DA മാറുന്നതനുസരിച്ച് നമ്മുടെ ടോട്ടൽ എമൗണ്ട്, നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നതും ചേഞ്ച് ആവും. അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വെക്കുക. നമ്മൾ ബേസിക് സാലറിയാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ DAയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഡൗട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക. ഇനി സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. എന്റെ ഈ ഒരു ചാനലിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. കുറച്ച് നാൾ മുന്നെയാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കുറച്ച് നിർത്തിയത്. അതിന് മുന്നേ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്തിരുന്നു. ഈ BPMഉം GDSഉം എല്ലാം ഞാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സകല ടോപ്പിക്സും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പൊ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ദർപ്പൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാവോ എന്നുള്ള കാര്യം. അപ്പൊ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യണം എന്നുണ്ട്. അപ്പൊ നമ്മുടെ സമയവും കാര്യങ്ങളും എല്ലാം നോക്കിയാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും ചെയ്യണം എന്ന് എനിക്കും ഉണ്ട്. ഇപ്പൊ പുതുതായിട്ട് കയറുന്ന കുട്ടികൾക്കാണെങ്കിലും നമുക്കിപ്പോ ഒരു മലയാളത്തിലൊരു ചാനൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ദർപ്പൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മൊബൈലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഈസി ആയിരിക്കും അവർക്ക് ഇതൊക്കെ ചെയ്യാൻ. പിന്നെ ആ ഒരു ഫ്ലോ മനസ്സിലാക്കണം എന്നുള്ളേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.